ലോക ചരിത്രത്തെ ലെനിന് മുമ്പും ലെനിന് ശേഷവുമെന്ന് നമുക്ക് രണ്ടായി വിഭജിക്കാം. വെറും ഒരു വിപ്ലവകാരി എന്നതിലുപരി കോടിക്കണക്കിന് വരുന്ന മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ഒരു രാഷ്ട്രത്തിന്റെ ഭൂപടം നൽകിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ഇന്ന് ഏപ്രിൽ 22 വ്ളാഡിമിർ ലെനിന്റെ ജന്മദിനം. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദമായി അദ്ദേഹം മാറിയത് എങ്ങനെ? റഷ്യയിലെ സിംബിർസ് എന്ന നഗരത്തിൽ ഒരു അധ്യാപകന്റെ മകനായി ജനിച്ച വ്ളാഡിമിർ ഇല്യാനോ എങ്ങനെയാണ് ലെനിനായത്? അദ്ദേഹത്തിന്റെ 17-ാം വയസ്സിൽ ജ്യേഷ്ഠൻ സാർ ഭരണകൂടത്താൽ വധിക്കപ്പെട്ടു. ഈ സംഭവം അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. പ്രതികാരം വ്യക്തിപരമല്ല, മറിച്ച് വ്യവസ്ഥയ്ക്ക് എതിരെയാകണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളെ റഷ്യൻ മണ്ണിൽ എങ്ങനെ നടപ്പാക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പിന്നീടുള്ള അന്വേഷണം. മാർക്സിന്റെ ആശയങ്ങളെ ലെനിൻ ഒരു പ്രായോഗിക രാഷ്ട്രീയ രൂപമാക്കി മാറ്റി. ലെനിനിസം എന്നത് കേവലം വായനയല്ല, അത് പ്രവർത്തനമാണ്. ചിതറിക്കിടന്ന തൊഴിലാളി വർഗത്തെ ഒന്നിപ്പിക്കാൻ അദ്ദേഹം നിസ്ക്ര എന്ന പത്രം ഉപയോഗിച്ചു. റഷ്യൻ വിപ്ലവത്തിന്റെ വിജയരഹസ്യം അദ്ദേഹത്തിന്റെ അസാമാന്യമായ സംഘടനാശേഷിയായിരുന്നു. 1917 ഒക്ടോബർ വിപ്ലവത്തിലൂടെ ലോകത്തെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാജ്യം പിറന്നപ്പോൾ അത് മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണമായി മാറി. അധികാരത്തിൽ വന്ന ഉടൻ ലെനിൻ ചെയ്തത് എന്താണ്? യുദ്ധം അവസാനിപ്പിച്ചു, ഭൂമി കർഷകർക്ക് നൽകി, വ്യവസായങ്ങൾ ദേശസാൽക്കരിച്ചു. എന്നാൽ ആഭ്യന്തര യുദ്ധവും ദാരിദ്ര്യവും വിപ്ലവാനന്തര റഷ്യയെ തളർത്തി. ഇവിടെയാണ് ലെനിൻ എന്ന ഭരണാധികാരിയുടെ ദീർഘവീക്ഷണം വ്യക്തമാക്കുന്നത്. കടുത്ത വിമർശനങ്ങൾക്കിടയിലും ന്യൂ ഇക്കണോമിക് പോളിസി അദ്ദേഹം നടപ്പിലാക്കി. വിപ്ലവത്തെ സംരക്ഷിക്കാൻ പ്രായോഗികമായ വിട്ടുവീഴ്ചകൾക്ക് അദ്ദേഹം തയ്യാറായി. യുദ്ധം അവസാനിച്ചതോടെ ലെനിൻ സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ വിശകലനം ചെയ്ത് യുദ്ധകാലത്ത് കൈക്കൊണ്ട നയങ്ങളിൽ മാറ്റം വരുത്തുകയും 1921 കൂടി പുത്തൻ സാമ്പത്തിക നയം നടപ്പാക്കാൻ തുടങ്ങുകയും ചെയ്തു. അതേവരെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി കൃഷിക്കാർക്ക് സ്വന്തമായി ഇഷ്ടമുള്ള വിളകൾ കൃഷി ചെയ്യാനും അവ വിൽക്കുന്നതിനും കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. പരിമിതമായ സ്വകാര്യ വ്യാപാരം അനുവദിക്കപ്പെട്ടു. ഇവിടെ ഒരു വ്യതിയാനം സംഭവിച്ചു എന്നതിൽ ഒരു തുടർച്ച എന്ന് വിശേഷിപ്പിക്കുന്നതാകും കൂടുതൽ ശരി. കാരണം റഷ്യൻ ഒക്ടോബർ വിപ്ലവത്തെ ലെനിൻ ഒരു സോഷ്യലിസ്റ്റ് വിപ്ലവമായല്ല, തൊഴിലാളി വർഗത്തിന്റെയും കർഷക ജനസാമാന്യത്തിന്റെയും വിപ്ലവം എന്നാണ് വിശേഷിപ്പിച്ചത്. വിപ്ലവത്തിന്റെ ഈ ദശാസന്ധി വിദേശത്തു നിന്നുള്ള ഉൾപ്പെടെ സ്വകാര്യ മൂലധന നിക്ഷേപം പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതുണ്ടെന്ന് ലെനിൻ വ്യക്തമാക്കി. മുതലാളി വർഗം സായത്തമാക്കിയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുത്തൻ കണ്ടുപിടുത്തങ്ങൾ തൊഴിലാളി വർഗത്തിന് കൈവശപ്പെടുത്തണമെങ്കിൽ ഇത് ആവശ്യമാണെന്നും ലെനിൻ പറഞ്ഞു. ആധുനിക ശാസ്ത്രത്തിന്റെ അതിനൂതന കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയുള്ള അതിവിപുലമായ മുതലാളിത്ത സാങ്കേതിക വിദ്യ കൂടാതെ സോഷ്യലിസം അസാധ്യവും അപൂർണവുമാണ്. ദേശസൽക്കരണത്തിൽ അല്പം പോലും അയവ് വരുത്താതെ തന്നെ ഖനികളും വനങ്ങളും എണ്ണപ്പാടങ്ങളും വിദേശ മുതലാളിമാർക്ക് നാം പാട്ടത്തിന് കൊടുക്കുകയും അതിനു പകരം അവരിൽ നിന്ന് നിർമ്മിത ചരക്കുകളും യന്ത്രോപകരണങ്ങളും മറ്റും സ്വീകരിച്ച് അത് ഉപയോഗിച്ച് സ്വന്തം വ്യവസായത്തെ ശക്തിപ്പെടുത്തുകയും വേണം. യുദ്ധകാല കമ്മ്യൂണിസത്തിൽ നിന്ന് ലെനിൻ പുത്തൻ സാമ്പത്തിക നയത്തിലേക്ക് ചൂടുമാറിയപ്പോൾ തന്നെ ശുദ്ധ മാർക്സിസ്റ്റുകൾ എന്ന് സ്വയം പ്രഖ്യാപിച്ച നടന്നിരുന്നവർ മുതലാളിത്തവുമായി അദ്ദേഹം സന്ധി ചെയ്യുകയാണെന്ന് ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: ശരിയാണ് കൂട്ടരെ, ഞങ്ങൾ സന്ധി ചെയ്യുക തന്നെയാണ്. വിപ്ലവത്തെ രക്ഷിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സന്ധി ചെയ്യൽ. യാന്ത്രികതയ്ക്കും കടുംപിടുത്തങ്ങൾക്കും അപ്പുറം രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മൂർത്തമായ സാഹചര്യങ്ങളെ മൂർത്തമായി വിശകലനം ചെയ്തുകൊണ്ട് സ്വയം മാറാനും നിലപാടുകളിൽ മാറ്റം വരുത്താനും ലെനിൻ സദാ സന്നദ്ധനായിരുന്നു. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വിപ്ലവകാരിയാണെന്നും സോഷ്യലിസത്തിന്റെയും കമ്മ്യൂണിസത്തിന്റെയും വാക്താവാണെന്നും വെറുതെ പ്രസ്താവിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഓരോ സവിശേഷ നിമിഷത്തിലും ചരിത്രത്തിന്റെ ചങ്ങലകളുടെ സവിശേഷ കണ്ണി ഏതെന്ന് കണ്ടെത്താനുള്ള പ്രാപ്തി ഉണ്ടാകണം. ചങ്ങലയിലെ കണ്ണികളുടെ ക്രമം, അവയുടെ രൂപം, അവ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന രീതി, അവ ഓരോന്നും തമ്മിലുള്ള വ്യത്യാസം എന്നിവയെക്കുറിച്ചെല്ലാം നിങ്ങൾ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ സർവ്വ കഴിവും പ്രയോഗിച്ച് അവയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. ആലയിൽ മെനഞ്ഞെടുക്കുന്ന സാധാരണ ചങ്ങല പോലെയല്ല, സംഭവ പരമ്പരകളുടെ
ചരിത്രപരമായ ചങ്ങല. ായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൽ ലെനിൻ വഹിച്ച പങ്കിനെയും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആദരണീയമായ സ്ഥാനത്തെയും സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുണ്ട്. എല്ലാവരിലും അത്രയ്ക്ക് ഉപരിയായി അന്തർഹിതമായ ആ ആജ്ഞാധികാരത്തോടുകൂടി ലെനിൻ നിലകൊണ്ടു. റഷ്യൻ ജനങ്ങളുടെ ദൃഷ്ടിയിൽ ഏതാണ്ട് ഒരു ഈശ്വരനായിരുന്നു അദ്ദേഹം. തങ്ങളുടെ ആശയുടെയും വിശ്വാസത്തിന്റെയും ഒരു പ്രതീകം. ഏതു വിഷയത്തിനും ഒരു നിവൃത്തി മാർഗം കാണാൻ കഴിവുള്ള ഒരു മഹാജ്ഞാനി. യാതൊന്നുകൊണ്ടും പതറുകയോ നിലതെറ്റുകയോ ചെയ്യാത്ത ഒരു ഉറച്ച നായകൻ. അഹങ്കാരമോ സ്വപ്രാമാണ്യ ബോധമോ അദ്ദേഹത്തിന് തീണ്ടിയിരുന്നില്ല. അദ്ദേഹം ഒരു ആശയത്തിന്റെ മൂർത്തരൂപമായിരുന്നു. എന്നിട്ടും തികച്ചും ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. നാടകങ്ങളിലോ ചിത്രങ്ങളിലോ അല്ല, അദ്ദേഹം നേടിവെച്ച മഹാകർമ്മത്തിലും അദ്ദേഹത്തിന്റെ മഹനീയമായ മാതൃകയും പ്രചോദനവും കൂടുതൽ ശോഭനമായ ഒരു ഭാവിയുടെ വാഗ്ദാനവും കണ്ടെത്തുന്ന ലക്ഷോപലക്ഷം തൊഴിലാളികളുടെ ഹൃദയങ്ങളിലുമാണ് അദ്ദേഹം ഇന്നും ഉയർക്കൊള്ളുന്നത്.